അപ്പോൾ അവിടെ കാണാൻ കൊള്ളാത്തൊരു പെങ്കുവെച്ച് വന്ന് പൈപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഞാൻ അവിടെ പേര് ചോദിച്ചു. എന്നോട് പറഞ്ഞു ചേട്ടൻ കണ്ടാൽ അടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തൻ്റെ സഹോദരനാണോ? അതല്ല, പുള്ളിയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ഇത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആളുണ്ട്, എന്നെ കണ്ടു എന്ന് മനസ്സിലായി. ഞാൻ തിരിച്ച് നോക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് അടിയിപ്പ് വരും, വേണേ ഓടിക്കൊള്ളാന്ന്. അപ്പോൾ എനിക്ക് ഇയാൾ അവിടെ നിന്ന് ഓടുന്നേക്കാം. ഓടുന്നതിനോടൊപ്പം തന്നെ അടുത്തടുത്തുള്ള പല ചെറിയ വീടുകളിൽ നിന്നും ചെറുപ്പക്കാരും സെറ്റ് പിള്ളേർ ഓടുന്നുണ്ട് എൻ്റെ നേരെ. അപ്പോൾ അതൊക്കെ ഇയാൾ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഗുണ്ടകളാണ്. മറ്റയാളെ അടിക്കാനും എതിർക്കാനും ഒക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നവരാണ്. എല്ലാവരുടെ കയ്യിലും ആയുധമുണ്ട്. ഇയാളാണ് ഏറ്റവും മുമ്പേ ഓടി വരുന്നത്. ഞാൻ ടപ്പെന്ന് വെട്ടിത്തിരി. എന്നെ കണ്ടോട്ടെ ഇയാൾ ഈ ഓടി എൻ്റെ കയ്യിലോട്ട് വന്ന് കയറുന്നത്. ഞാൻ വട്ടം കെട്ടിപ്പിടിച്ചു. ഇയാൾ പറഞ്ഞു എടാ CA ആടാന്ന് പറഞ്ഞു. ഈ ഓടി ഒന്ന് അറച്ചു തന്നു. അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ ആലുവാക്കാരനാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അവൻ ചോദിച്ചേടാ നീ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടെ തീർത്തേക്കാം എന്നെ. 10-14 പേരുണ്ട്, എല്ലാവരുടെയും വാളുമുണ്ട്. അപ്പോൾ പറയടാ വേണ്ടടാ CA ആണെന്ന്. അപ്പോൾ 2 പേർക്ക് അതല്ല ഇവനെ പൂശിട്ടേ ഉള്ളതെന്നൊക്കെ ആയി. ഞാൻ അതൊക്കെ തോക്കെടുത്തു. ഞാൻ മോളോട്ടിങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു അടുത്ത് ആ നിൽക്കുന്നിടത്ത് ഇങ്ങോട്ട് കയറിയാൽ ഒരു ചൂട് വെച്ചാൽ വഴിയുന്നതാണ്. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഒരു കയ്യിൽ ഇവൻ, മറ്റേ കൈ തോക്ക്. എനിക്ക് വയർലെസ് വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ പെട്ടുപോയി.